ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഫയർവുഡ് സ്റ്റൗവാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കരി പുകയൊക്കെ നമുക്ക് ഇതിനകത്ത് മിനിമൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ വിറകിൻ്റെ ഉപയോഗം ഒക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. സാധാരണ നമ്മൾ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഈ പുകയില്ലാത്ത അടുപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയായ രീതിയിൽ നമ്മളത് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ശരിയായിട്ടില്ലെങ്കിൽ ഒരുപാട് ഗുണത്തേറായിട്ട് നമുക്ക് ദോഷം ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് സിമൻറ്റ്, മണൽ ഇവയൊക്കെയാണ് നമുക്ക് ആവശ്യം. പിന്നെ ഇതുപോലെ ഒരു പെയിൻറ്റിൻ്റെ പഴയൊരു ബക്കറ്റാണ് നമുക്ക് ആവശ്യമുള്ളത്. അത് നന്നായി ക്ലീൻ ചെയ്ത് നമ്മൾ എടുക്കുക. ബക്കറ്റ് നമ്മൾ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് ഈ ബക്കറ്റിൻ്റെ അകത്ത് ഫുള്ളായിട്ട് നമുക്ക് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഈ ഓയിൽ അപ്ലൈ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുണ്ടാക്കുന്ന മോൾഡ് അവസാനം നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഓയിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും ഇത് നമ്മൾ അഴിച്ചെടുക്കുന്ന സമയത്ത്. ഇനി നമുക്ക് കുറച്ച് സിമൻറ്റ് മണൽ നമുക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ കുറേശ്ശെയാണ് സിമൻറ്റ് മണൽ മിക്സ് ചെയ്തിട്ട് എടുക്കുന്നത്. ഇനി അടിയിൽ നമുക്ക് കുറച്ച് സിമൻറ്റ് മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കാം. നമ്മൾ അടുത്ത ലെയർ സിമൻറ്റ് ഇടുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതുപോലെ ഒരു റിങ് വളച്ചിട്ട് ഇപ്പോഴത്തെ സിമൻറ്റിൻ്റെ മുകളിൽ നമ്മൾ വെച്ച് കൊടുക്കണം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കുറച്ച് ബലം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലൂടെ ഇനി സിമൻറ്റ് ഫില്ല് ചെയ്യാം. ഇനി ഇതുപോലെ ഒരു തെർമോക്കോളിൻ്റെ ഒരു കഷ്ണം കട്ട് ചെയ്തിട്ട് ഇതുപോലെ സെൻറ്ററിലാക്കി വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഇനി ബാക്കിയുള്ള സിമൻറ്റ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ ഒരു കമ്പിയുടെ ഒരു ഗ്രില്ല് കട്ട് ചെയ്തിട്ടുണ്ടാക്കി ഇങ്ങനെ വെച്ച് കൊടുക്കണം. അതിന് മുകളിൽ ഇതുപോലെ ഒരു ചെറിയൊരു ബക്കറ്റ് കൂടെ വട്ടം കുറഞ്ഞ ബക്കറ്റ് ഇതുപോലെ സെൻറ്ററാക്കി വെക്കണം. അത് കറക്റ്റ് 4 ഭാഗം മെഷർമെൻറ്റ് എടുത്ത് സെൻറ്ററാക്കി വെക്കണം. പിന്നെ വീണ്ടും ഇതുപോലെ ഒരു തെർമോക്കോളിൻ്റെ ഒരു പീസ് കൂടി വേണം. അത് ഇതുപോലെ സൈഡിൽ ഇതുപോലെ കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കണം. അതിന് ശേഷം സൈഡിൽ സിമൻറ്റ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലൊരു 2 ഇഞ്ചിൻ്റെ പൈപ്പിൻ്റെ പീസ് പുക പോകാൻ വേണ്ടിയിട്ട് വെക്കേണ്ടതുണ്ട്. അത് നമ്മൾ നേരത്തെ വെച്ച തെർമോക്കോളിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡാണ് വെക്കേണ്ടത്. എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ സിമൻറ്റ് ഫില്ല് ചെയ്യാം. ഫ്രണ്ട്സ്, ഇവിടെ നല്ല ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ലൈറ്റിൻ്റെ കുറച്ച് അഭാവമുണ്ട് വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക. ഫ്രണ്ട്സ്, ഇതുപോലെ ഒരു കമ്പി കൂടി ഇനി വളച്ച് വെച്ച് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, 12 മണിക്കൂർ പിന്നിട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് പതുക്കെ ഇതുപോലെ തിരിച്ചെടുക്കണം. ഓക്കേ, വലിയ പരിക്കുകളൊന്നും ഇല്ലാണ്ട് സാധനം കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ പുറമേയുള്ള ബക്കറ്റ് ആ ബക്കറ്റിലൂടെ നമുക്ക് അഴിച്ചെടുക്കണം. അതിനായിട്ട് നമ്മളിതുപോലെ കമത്തി വയ്ക്കണം. കമഴ്ത്തി വെച്ചിട്ട് പതുക്കെ പതുക്കെ നമുക്ക് മുകളിലോട്ട് തിരിച്ച് നേരത്തെ ചെയ്ത പോലെ തിരിച്ചെടുക്കണം. ഇതിൽ നമ്മൾ എണ്ണ നമ്മൾ മുമ്പ് ഓയിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈസിയാണ് നമുക്ക് ഇത് പൊക്കിയെടുക്കാനായിട്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മളതിൽ ഓയിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ കാരണം. അരേ വാ, സൂപ്പർ. ഇനി നമുക്ക് ആ തെർമോക്കോളൊക്കെ നമുക്ക് ഇതുപോലെ ഒരു കത്തി എടുത്തിട്ട് ഇതുപോലെ വൃത്തിയാക്കി എടുക്കാം. ഇനി നമുക്ക് പുക പോകാനുള്ള ആ ഒരു പൈപ്പ് നമുക്ക് ഇതിനകത്ത് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് നമുക്ക് വെൽഡിംഗ് മെഷീനൊക്കെ എടുത്തിട്ടുണ്ട്. വെൽഡ് ചെയ്ത് വേണം അത് നമ്മൾ ഫിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ കുഴൽ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് പെയിൻ്റ് അടിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഒരു ചെറിയൊരു കമ്പി കൊണ്ട് ഒരു സ്റ്റാൻഡ് നമുക്ക് ഉണ്ടാക്കണം. അത് നീളമുള്ള വിറക് വയ്ക്കുമ്പോൾ അത് അതിനൊരു സപ്പോർട്ട് പോലെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ വയ്ക്കുന്നത്. അതിന് നിർബന്ധമൊന്നുമില്ല ഉണ്ടാക്കണമെന്ന്. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്കൊന്ന് പെയിൻ്റ് അടിച്ച് കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വിറക് വെച്ചിട്ട് നമുക്കിതൊന്ന് കത്തിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കേണ്ട ഇതിൻ്റെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ അടുപ്പ് അടിപൊളി വിജയകരമായിട്ട് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ പുകയൊക്കെ നല്ല പുകക്കുള്ളിലൂടെ തന്നെ കറക്റ്റായിട്ട് പോകുന്നുണ്ട്. നമുക്ക് പാചകമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ബാക്കി വരുന്ന ആഷൊക്കെ നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് അടിയിൽ നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ഒരു കുഞ്ഞൊരു ചാനലാണ്. ആ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ, ടേക്ക് കെയർ.